പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? പാട്ടല്ലാതെ ഇപ്പൊ ഗിറ്റാർ വായിക്കും. ഇപ്പൊ ഗിറ്റാർ പഠിക്കുന്നത് സൂപ്പർ സ്റ്റാറിലെ എൻ്റെ കൂടെ ഓർക്കസ്ട്ര ടീമിലുള്ള ചേട്ടൻ, അത് നിഷാന്ത് സാറാണ് എന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിറ്റാർ വായിക്കും, കീബോർഡ്, പിന്നെ ചെണ്ടയുടെ കാര്യം പറഞ്ഞില്ല. ചെണ്ട കൊറോണയ്ക്ക് മുമ്പ് പഠിച്ചു തുടങ്ങി. അപ്പൊ കൊറോണ ആയപ്പോഴത്തേക്ക് പിന്നെ സ്റ്റോപ്പായി. അന്ന് ചെണ്ട പഠിച്ചത് സന്തോഷ് മാരാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. പിന്നെ കലോത്സവത്തിന് വേണ്ടി പഠിച്ചത് നന്ദൻ മാഷിൻ്റെ അടുത്താണ്. പിയാനോയിലേക്ക് എങ്ങനെയാണ് വന്നത്? പിയാനോയിലേക്ക് വന്നത് വെച്ചാൽ എനിക്ക് റിയാലിറ്റി ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമാ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്ന സാറുണ്ടായിരുന്നു, ഉമേഷ് മാഷ് എന്ന് പറഞ്ഞ മാഷ്. അപ്പോൾ മാഷ് കീബോർഡിനകത്തൊക്കെ വായിക്കുന്നത് കണ്ടിട്ടാണ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാലോ. ഇൻസ്പിറേഷൻ മാഷാണ്, ഉമേഷ് മാഷാണ്. അപ്പോൾ അങ്ങനെ കീബോർഡിൽ വായിച്ച്, അപ്പോൾ സാറാണ് ഇൻസ്പിറേഷൻ, ശരിക്കും സാറാണ് ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് വായിച്ച് തുടങ്ങിയത്. പിന്നെ കീബോർഡ് തന്നെ പതുക്കെ മീൻസ് നോട്ട്സ് ഒക്കെ അങ്ങനെ മനസ്സിലായി വന്നപ്പോൾ ഇനി അങ്ങനെ പാടി. ഇപ്പൊ കീബോർഡ് നന്നായിട്ട് വായിക്കില്ല? കുഴപ്പമില്ലാണ്ടൊക്കെ വായിക്കും. ഇനി മാഷിനെ നോക്കണം എങ്ങനെ പഠിക്കേണ്ടത്.